കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഭഗവാൻ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക. മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിക്കുക. അതേപോലെ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അതിനുശേഷം അങ്ങനെ വന്ന് നേരെ ഗോപുരവാതിൽ കിടക്കാം. ഇന്നിപ്പോൾ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം ഉദ്ഘാടനം, അതേപോലെ അവിടെ കുട്ടികളുടെ ആനവര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണു. അത്യാവശ്യം വലിയ തിരക്ക് എന്ന് പറയാനില്ല, എന്നാലും തിരക്കുണ്ട്. നമുക്ക് തൊഴാനായിട്ട് പോവാം. ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ, നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത്ത് നേരെ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവൾക്കും കാണാം. വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച. നമ്മളിപ്പോൾ ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. കാലിങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്, കാൽപാദങ്ങൾ കാണാണ്ട് കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, അരയിൽ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു മാറത്ത് ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, 2 പൊന്നോടക്കുഴൽ ഊതുകയാണ്. അപ്പോൾ ആ പൊന്നോടക്കുഴൽ ഊതുന്ന കാല് പിണച്ചു വെച്ച് പൊന്നോടക്കുഴൽ ഊതുന്ന പൊന്നുണ്ണിക്കണ്ണനാട്ടോ. അതേപോലെ 2 തിരുമുടിമാലകളുണ്ട്. ഒന്ന് തെച്ചിയും തുളസിയും, ഒന്ന് വെളുത്ത പൂവും തുളസിയായിട്ട്. അതേപോലെ 2 ഉണ്ടമാലകളും, അതും തെച്ചി നല്ല തോനെ, പിന്നെ കുറച്ച് കാൽപാദത്തിൻ്റെ അടുത്ത് കുറച്ച് തുളസിമാല, അതേപോലെ വെളുത്ത പൂവ് തോനെ, പിന്നെ തെച്ചി, പിന്നെ തുളസി, അങ്ങനെ പിന്നെ വിധാനമായിട്ട് 3-4 മാലകൾ മേലെയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണ് കേട്ടോ. എല്ലാവരും കണ്ട് തൊഴുതോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരുടെയും മനസ്സിപ്പോൾ ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കി നിൽക്കുകയാണെന്ന് അങ്ങനെ വിചാരിച്ചോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ലും ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ആ ചുമരിൻ്റെ മുകളിലത്തെ അല്ലക്കണ്ണനെയും കണ്ട് തൊഴുത് ആ ഗ്രില്ലിനപ്പുറത്തേക്ക് കിടന്ന സപ്തമാതാക്കളെ കാണാം. പിന്നീട് അങ്ങനെ ഗണേശനെ കാണാം. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ ചന്ദനമൊക്കെ ചാർത്തായിട്ടുണ്ട്, മുഖത്തൊക്കെ നന്നായിട്ടുണ്ട് കളപ്പച്ചാർത്ത്, കൊമ്പ് തുമ്പിക്കൈയൊക്കെ ആയിട്ടുണ്ട്, നല്ല വലിയ മാലകളുണ്ട്, സ്വർണത്തിൻ്റെ മാല ഉണ്ട്, അതേപോലെ ഒരു നെക്ലസ് മാല പോലെ, പിന്നെ കിരീടം വെച്ചിട്ടുണ്ട്, പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്, ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അങ്ങനെ വന്ന് നേരെ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തി അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ ആനന്ദപത്മനാഭനെ കാണാം. അവിടെയും ധാരാളം മാലകളുണ്ട്, വെളുത്ത പൂവുണ്ട്, അതേപോലെ തുളസി മാലകൾ ധാരാളമുണ്ട്. ഭഗവാന്റെ മേലെ താമര മാലകളുണ്ട്. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കണ്ട് തൊഴാം. പിന്നീട് നേരെ നമ്മൾ ഭീഷ്മരുടെ ശരശയ്യയിൽ കിടന്നിട്ട് സഹസ്രനാമം ജപിക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ, ശ്രീരാമചന്ദ്രൻ, ഭാർഗവരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് പിന്നെ മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെ കുറച്ച് മാലകളൊക്കെ ഉണ്ട്, ലിഖിതമാല ഉണ്ട്, അതേപോലെ
തെച്ചിമാല ഉണ്ട്. പിന്നെ കുറച്ച് ചെറിയൊരു വെറ്റില മാലയുണ്ട്. കുറച്ച് കുങ്കുമമുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരവും താഴേക്ക് നോക്കിയാൽ മണിക്കിണറും കാണാം. ആ മണിക്കിണറിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ നൃത്താറയും കെടാവൾക്കും കാണാം. പിന്നീട് അടുത്ത അറയിലെത്തുമ്പോൾ കുറൂരമ്മയും നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തും വാങ്ങാം. പിന്നീട് എടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഇന്നിപ്പോൾ അമ്മയ്ക്ക് രാവിലെ ശുദ്ധി ചടങ്ങുകളൊക്കെ ഇരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിളക്കം ആണ്. ഭയങ്കര ശക്തി കൂടിയ സമയമാണ്. മുഖത്തൊക്കെ നന്നായിട്ട് കളവം ചാർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ വട്ടപ്പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരിയായിട്ടാണ് അമ്മ ഇരിക്കുന്നത് കാണാനായിട്ട്, ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. ധാരാളം മാലകളൊക്കെ ഉണ്ട്. ശിവേലി വിഗ്രഹത്തിനൊക്കെ മാലകൾ ചാർത്തിയിട്ടുണ്ട്. സർവാഭരണ വിഭൂഷിതയായിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അതിനുശേഷം ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഭഗവാന്റെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് കൂത്തമ്പലത്തിലും വന്ന് തൊഴുതു പ്രാർത്ഥിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയെ കാണാം. അയ്യപ്പസ്വാമിയെ കാണാനും നല്ല ചന്തമുണ്ട്. ധാരാളം പൂക്കളൊക്കെ ഉണ്ട്, മാലകളൊക്കെ ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമഃ. അതിനുശേഷം അങ്ങനെ വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം വെക്കാനായിട്ട് പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കാണാം. പിന്നീട് നമ്മൾ നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന മുരളീധര വിഗ്രഹം കണ്ട് തൊഴുത് നേരെ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് തെക്കേ നടയിൽ വന്നിട്ട് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.